ആമസോൺ പ്രൈം വീഡിയോയിൽ കുറേ കിടിലൻ സിനിമകൾ ഇപ്പോൾ ഇങ്ങനെ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോൾ കാണാനൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ ടോപ്പ് 10ൽ ഇനി വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനൊരു സിനിമ കാണുന്നത്. ഫസ്റ്റ് പോസ്റ്റർ കണ്ടപ്പോഴേ മനസ്സിലായി ഇൻവെസ്റ്റിഗേഷൻ സൈക്കോ ത്രില്ലർ ആ ഒരു ജോൺറയിലുള്ള എന്തോ ഒരു പരിപാടിയാണ്, കൊലപാതകമാണ്. ഇത് ആദ്യം തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കുറച്ച് കാലമായി ഇങ്ങനത്തെ സൈക്കോ പരിപാടികൾ കണ്ടിട്ട് എന്നാൽ പിന്നെ ഒന്ന് കണ്ടു കളയാ എന്ന് പറഞ്ഞിട്ട് കണ്ടതാണ്. കന്നഡയിലാണ്, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്, ഡബ് വേർഷൻ എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗസയിലാണ്. ഇനി അടുത്തെന്ത് സംഭവിക്കും, ഇവരായിരിക്കുമോ വില്ലൻ, അവരായിരിക്കുമോ വില്ലൻ, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ ആ പരിപാടിയാണ്. അപ്പോൾ സിനിമ തുടങ്ങി ഒരു അരമണിക്കൂറായി, ഞാൻ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയായിരിക്കുന്ന വണ്ടി ഇരിക്കുകയാണ്. അരമണിക്കൂറാകുമ്പോഴേക്കും കഴിഞ്ഞു, വില്ലനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഷോക്ക്. പിന്നെ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ വില്ലനെ കണ്ടുപിടിച്ചല്ലോ, ഇനിയിപ്പോൾ എന്താണ് കഥ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഉണ്ടല്ലോ, ട്വിസ്റ്റുകളാണ് വീണ്ടും വരുന്നത്. എന്തിന് ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള ആ ചോദ്യമില്ലേ, അതാണ് ഈ സിനിമയുടെ ബാക്കി. അനാവശ്യമായിട്ടുള്ള നായിക വരിക, പോലീസ് അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇടപെടുക, പാട്ട് ഡാൻസ്, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. കന്നഡ സിനിമയാണ് എന്നിട്ട് പോലും അങ്ങനത്തെ ഒരു സംഭവമില്ല. എന്ന് കരുതി ഭയങ്കര സംഭവമൊന്നുമില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമുണ്ട് കാണാൻ. കാരണം കുറേ കാലത്തിന് ശേഷം കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, കിടില സിനിമ. സെക്കൻഡ് കേസ് ഓഫ് സീതാറാം എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട് അത്ര, അതും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ സെക്കൻഡ് പാർട്ട് കൊള്ളാം. നിങ്ങൾക്ക് എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ട് എന്തെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് ഒരു നഷ്ടമായിട്ട് വരില്ല.